പാക് കരസേനാ മേധാവി അസീം മുനീറിനെ വധിക്കാൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് പദ്ധതിയിട്ടതായി വെളിപ്പെടുത്തൽ. അമേരിക്ക ഇറാൻ ചർച്ചകൾക്കായി പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും പ്രതിനിധികൾ ബർഗൺസ്റ്റോക്കിൽ ഒത്തുകൂടിയ ആ സമയത്തായിരുന്നു ഈ ഹൈ പ്രൊഫൈൽ വധശ്രമത്തിന് കളമൊരുങ്ങിയത്. ഇസ്രായേലിന്റെ കുപ്രസിദ്ധ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് അസീം മുനീറിനെയും അദ്ദേഹത്തോടൊപ്പമുള്ള പാക് പ്രതിനിധികളെയും വധിക്കാൻ പദ്ധതിയിട്ടെന്നാണ് എസ്കോബാറിന്റെ ഗുരുതരമായ ആരോപണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേരിട്ടുള്ള ഉത്തരവായിരുന്നു ഇതിന് പിന്നിലെന്നും ഒരു പോഡ്കാസ്റ്റ് ഷോയിൽ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ കളികൾ തിരിച്ചറിഞ്ഞോ മൊസാദിന്റെ നീക്കങ്ങൾ പാക് സൈന്യത്തിന് ചോർന്നു കിട്ടി. അപ്പോഴേ ഒമാൻ വഴി ഇസ്രായേലിന് കട്ടയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാൻ. ഞങ്ങളുടെ പ്രതിനിധി സംഘത്തെ തൊടാൻ ശ്രമിച്ചാൽ ഭൂപടത്തിൽ നിന്ന് നിങ്ങളെ തുടച്ചു നീക്കും. ഇങ്ങനെയായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞത്. എന്തായാലും സന്ദർശന വേളയിൽ സ്വിറ്റ്സർലൻഡിന്റെയോ അമേരിക്കയോട് സുരക്ഷാ സംഘങ്ങൾ യാതൊരു വിധത്തിലുള്ള ആശങ്കകളും പ്രകടിപ്പിച്ചിരുന്നില്ല. മാത്രമല്ല, താമസ സമയത്തടക്കം പ്രധാനമന്ത്രിയുടെയും കരസേനാ മേധാവിയുടെയും സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി പാലിച്ചിരുന്നതായും പാക് അധികൃതർ അറിയിച്ചു. യാഥാർത്ഥ്യവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത കെട്ടുകഥയാണ് ഈ ആരോപണമെന്ന് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു.